നമസ്കാരം. ലോകം ഏറെ ആകാംക്ഷയോടുകൂടിയാണ് ഇന്ന് ഇസ്ലാമാബാദിലേക്ക് ഉറ്റുനോക്കുന്നത്. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇസ്ലാമാബാദിൽ ഇന്ന് രണ്ടാം ഘട്ട സമാധാന ചർച്ച നടക്കുകയാണ്. ഇന്ന് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് പൊതുവെ നയതന്ത്ര ലോകം പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ ദിവസത്തെ തന്നെ സൂപ്പർ ശനി, സൂപ്പർ സാറ്റർഡേ എന്നാണ് പലരും വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്നത്തെ ചർച്ചയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആദ്യവട്ടം ചർച്ചകൾക്കായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിയോഗിച്ചത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസിനെയായിരുന്നു. ജെ.ഡി. വാൻസും ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഇക്കാര്യത്തിലൊക്കെ തന്നെ പലപ്പോഴും വിയോജിപ്പിൻ്റെ ഒരുപാട് മേഖലകളുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. ഏതായാലും അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് തന്നെ ഇത്തരം ചർച്ചകൾക്കായി പറഞ്ഞേക്കുകയും അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറിയെ ചർച്ചയിൽ പങ്കെടുപ്പിക്കാതിരിക്കുകയും ചെയ്തത് അന്ന് നേരിയ തോതിലുള്ള വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. ഏതായാലും ജെ.ഡി. വാൻസ് എത്തി വിശദമായ ചർച്ചകൾ നടന്നുവെങ്കിലും അന്നൊരു അന്തിമ തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിരുന്നില്ല. ജെ.ഡി. വാൻസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി അദ്ദേഹം സ്വയം വിശ്വസിക്കുന്നതിനാൽ എന്തെങ്കിലും ചർച്ചയിൽ പരാജയമുണ്ടായാൽ തനിക്ക് വലിയ തിരിച്ചടിയാകുമോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ അന്ന് നടന്ന ചർച്ചകളിലൊക്കെ തന്നെ ഇറാൻ പ്രതിനിധികളും അമേരിക്കൻ പ്രതിനിധികളും തമ്മിൽ വലിയ തോതിലുള്ള വാക്കേറ്റം ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. ഇറാൻ പ്രതിനിധികൾ എങ്ങനെ ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കും എന്ന് പോലും ചോദിച്ചുവെന്നും ഇതിന് വളരെ രൂക്ഷമായ ഭാഷയിൽ ജെ.ഡി. വാൻസ് മറുപടി നൽകിയെന്നും ഇതേ തുടർന്ന് മധ്യസ്ഥരായ പാകിസ്ഥാൻ രണ്ട് കൂട്ടരെ രണ്ട് മുറികളിലാക്കി ഇരുത്തിയതിന് ശേഷം വിശദമായ ചർച്ചകൾ നടത്തിയതിന് ശേഷമാണ് വീണ്ടും ചർച്ച നടക്കുന്ന സ്ഥലത്തേക്ക് അവർ കൊണ്ടുവന്നത് എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. കൂടാതെ ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ ജെ.ഡി. വാൻസിനെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഫോണിൽ വിളിച്ചതിന് ശേഷം ഈ ചർച്ച മുടക്കിച്ചു എന്നുള്ള ആരോപണം ഇറാൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ഇപ്പോൾ ജെ.ഡി. വാൻസിനെ ഒഴിവാക്കിയാണ് അമേരിക്ക ചർച്ച നടത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മരുമകനായ ജറേദ് കുഷ്ണറും അവരുടെ പ്രത്യേക പശ്ചിമേഷ്യൻ പ്രതി സ്റ്റീവ് വിറ്റ്കോഫുമാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. തൻ്റെ സ്വന്തം മരുമകനെ തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യത്തിനായി നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എങ്ങനെയും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഏത് തരത്തിലുമുള്ള ഒത്തുതീർപ്പിനും തയ്യാറായി തന്നെയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അവർ അയച്ചിട്ടുള്ളത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ജെ.ഡി. വാൻസ് ആകട്ടെ പല കാര്യങ്ങളും വിട്ടുവീഴ്ച നടത്താൻ തയ്യാറായിരുന്നില്ല എന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ ജറേദ് കുഷ്ണറെ സംബന്ധിച്ചിടത്തോളം ട്രംപിൻ്റെ കൂടി കാര്യം നോക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജെ.ഡി. വാൻസിനാകട്ടെ തൻ്റെ രാഷ്ട്രീയ ഭാവിയായിരിക്കും അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ ഇവിടെ ജറേദ് കുഷ്ണറെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭാര്യാപിതാവ് ആയ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ കൂടി കാര്യങ്ങൾ നോക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുവിധം ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് കുഷ്ണറും വഴങ്ങി കൊടുക്കും എന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഇറാനാകട്ടെ തികഞ്ഞ ശുഭപ്രതീക്ഷയിലാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതെന്ന് തന്നെയാണ് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം ഇപ്പോൾ ഇവിടെ ചർച്ച നടക്കുന്ന ഇതേ കാലഘട്ടത്തിലും ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷത്തിന് യാതൊരു തരത്തിലുള്ള കുറവുമില്ല. ഇപ്പോഴും ഇറാൻ ബോട്ടുകളെ അമേരിക്കൻ പടക്കപ്പലുകൾ ആക്രമിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത്. ഹോർമോസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനിടെ ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്കയുടെ വലിയൊരു ഭാഗം അവരുടെ മിസൈൽ ശേഖരം കത്തിച്ച് കളഞ്ഞതായി, അതായത് വെറുതെ പാഴായി പോയതായിട്ടാണ് ന്യൂയോർക്ക് ടൈംസ് എന്ന പ്രമുഖ മാധ്യമം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ച എത്രയും വേഗം ഒത്തുതീർപ്പാക്കിയില്ലെങ്കിൽ അത് അമേരിക്കയുടെ ഭാവിക്ക് ദോഷം ചെയ്യുമെന്നും ചൈനയോ റഷ്യയോ തങ്ങളെ ആക്രമിക്കാനായി വന്നാൽ അന്ന് അവരെ നേടുന്നതിന് വേണ്ടി കരുതി വെച്ചിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ മറ്റും ഉണ്ടായിരുന്ന കരുതൽ ശേഖരമാണ് എടുത്ത് ഇറാന് നേർക്ക് പ്രയോഗിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇത്രയും മിസൈലുകൾ വീണ്ടും നിർമ്മിക്കണമെങ്കിൽ അതിന് എത്രയോ വർഷങ്ങളെടുക്കും എന്നാണ് അമേരിക്കയിലെ നയതന്ത്ര വിദഗ്ധരും പ്രതിരോധ രംഗത്തെ പ്രമുഖരും തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയും ഇന്ന് ഈ യുദ്ധത്തിന് ഒരു വിരാമമാകും എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് ഇറാൻ നേർക്കുള്ള ആക്രമണം ആരംഭിച്ചത്. ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയും അവിടുത്തെ ഒന്നാം നിര നേതാക്കളെല്ലാം തന്നെ അന്ന് വകവരുത്തുകയായിരുന്നു അമേരിക്കയും ഇസ്രായേലും ചേർന്ന്. ഇറാനിലെ പുതിയ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനി ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെയാണ്. അദ്ദേഹം അബോധാവസ്ഥയിലാണെന്ന് പറയപ്പെടുന്നുണ്ട്, അല്ലെന്ന് പറയപ്പെടുന്നുണ്ട്. എങ്കിലും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഭരണകൂടത്തിനുള്ളിൽ തന്നെ തർക്കങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. പ്രസിഡന്റ് പെഷസ്കിയാൻ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട സൈനിക വിഭാഗമായ IRGC അംഗീകരിക്കുന്നില്ല എന്നുള്ള പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഏതായാലും ഇറാനെ സംബന്ധിച്ചാണെങ്കിലും അമേരിക്കയെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ തന്നെ ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഒത്തുതീർപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് ഇരുകൂട്ടരുടെയും മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കുന്ന ചർച്ചകൾക്ക് ഇതൊരു അന്തിമ രൂപമാകും എന്നാണ് പൊതുവെ നയതന്ത്ര ലോകം പ്രതീക്ഷിക്കുന്നത്.